കാണൂല, അത് കാണുന്ന കൈയൊന്നും കാണൂല. ഏതായാലും ഈ പ്രമേയത്തിന്റെ മഹത്വം അൽഹംദുലില്ലാഹ് എല്ലാവരും ഏറ്റെടുത്തു, എല്ലാവരും സ്വീകരിച്ചു. പിന്നെ ആരെങ്കിലും ഒറ്റപ്പെട്ടവർ അതിൽ സംബന്ധിച്ചിട്ടില്ലെങ്കിൽ, സഹകരിച്ചിട്ടില്ലെങ്കിൽ അവർ ചിന്തിക്കട്ടെ, അവർ ജനങ്ങളിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നവർ ചിന്തിക്കുകയും അവരുടെ ചിന്ത നന്നാക്കിക്കൊണ്ട് ഭാവിയിലെങ്കിലും ഇതുപോലുള്ള നല്ല കാര്യത്തിൽ സഹകരിക്കാൻ അവർ ശ്രമിക്കട്ടെ എന്ന് പറയുകയല്ലാതെ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. ഞങ്ങൾ ഗവൺമെന്റിനോട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ മുഖ്യമായും ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞതും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതും നമ്മുടെ കേരളം മദ്യമുക്ത കേരളമാവണം, മദ്യം ഉപയോഗിക്കാത്ത കേരളമാവണം. എന്താണ് നടക്കില്ലേ? നടക്കും. സാക്ഷര കേരളം എന്ന ഒരു സ്വപ്നം കാണുകയും ഗവൺമെന്റ് അതിനൊരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഒന്നായി അതിനെ സ്വീകരിച്ചത് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ കേരളത്തിന് സാക്ഷരത കൈവരിക്കാൻ സാധിച്ചില്ലേ? എന്നാൽ സാക്ഷരത, അക്ഷരത്തിന്റെ സാക്ഷരത ഉണ്ടായത് കൊണ്ട് മാത്രം ഇവിടെ പ്രയോജനമില്ല. മനുഷ്യന്റെ ആത്മാവും മനുഷ്യന്റെ ബുദ്ധിയും ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടണം. മദ്യപാനത്തിലൂടെ, ലഹരിയിലൂടെ മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെടുകയാണ്, മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെടുകയാണ്. ചെറുപ്പക്കാരെങ്കിലും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ പോയവരാണ് എന്നല്ലാതെ അവർ ലഹരിയുടെ വാദികളാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ലഹരി നിർത്തണമെന്ന് പറയുന്നവരോട് അവർ എതിർക്കുമെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ആരെങ്കിലും അങ്ങനെ ഉപയോഗിച്ചു പോകുന്നുവെങ്കിൽ തീർച്ചയായും അവർ സാഹചര്യത്തിന്റെ വെളിച്ചത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്